കുറഞ്ഞ സമയം കൊണ്ട് ലെസ് എക്സ്പെൻസീവായിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു ബാൽക്കണി ഗാർഡൻ സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയുള്ളൊരു ബാൽക്കണിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കലാത്തിയലൂട്ടിയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ ഒരു പോണ്ടിൻ്റെ അടുത്ത് കാണുന്നില്ലേ, ഈ ഒരു ചെടി നമ്മൾ ആദ്യം കഴുകി വൃത്തിയാക്കി പോട്ട് ചെയ്യാണ്. പോട്ട് ചെയ്യുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, നമ്മൾ യൂഷ്വലി പോട്ട് ചെയ്യുന്ന സെയിം പോട്ടിംഗ് മിക്സും അതേ പാറ്റേണും ആണ്. റിപ്പീറ്റേഷൻ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇവരെ നമ്മൾ മുകളിൽ എത്തിക്കാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ, കാരണം വലിയ ലീവ്സ് ആണല്ലോ. അപ്പോൾ നിശ്ചയമായിട്ട് ഞാൻ കുറച്ച് കശപിശ അടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആൾ മുഖം വീർപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ കാണുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ കലാത്തിയുടെ ലീഫ് ഭയങ്കര വലുതാണ്, നല്ല ലെങ്ത് ഉണ്ട്. ശരിക്കും ഇത് മണ്ണിൽ വെക്കുമ്പോഴാട്ടോ അതിൻ്റെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഗ്രോത്ത് അങ്ങോട്ട് വരിക. ചട്ടിയിലാകുമ്പം കുറച്ച് ലിമിറ്റഡ് ഗ്രോത്തേ വരുള്ളൂ കമ്പാരിറ്റീവ്ലി. അപ്പം ഇവിടെ ബാൽക്കണിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത് നമ്മളെ ബെഡ്റൂമിൽ നിന്നാണ്. ബെഡ്റൂം അല്ല, അതൊരു ഓഫീസ് റൂമാണ്. അവിടെ നിന്നാണ് നമ്മൾ ഡോറ് ഈ ഒരു ബാൽക്കണിയിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഇതൊരു സ്ക്വയർ ടൈപ്പിലുള്ളൊരു യൂട്ടിലിറ്റി ബാൽക്കണിയാണ്. ബാക്ക് സൈഡിലൊരു വെസ്റ്റ് സൈഡിലാണ് നമ്മുടെ വീടിൻ്റെ വരുന്നത്. നല്ല കാറ്റാണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ വെസ്റ്റ് സൈഡിൽ ബാൽക്കണി ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവിടെ നല്ല കാറ്റായിരിക്കും, നല്ല പടിഞ്ഞാറൻ കാറ്റായിരിക്കും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പ്ലോട്ട് ഇങ്ങനെ തട്ടായിട്ടുള്ള പറമ്പായത് കാരണം നമുക്കിവിടെ താഴത്തെ ഈ ഒരു പ്ലോട്ടിൽ നിന്ന് മേലേക്ക് നല്ല വ്യൂ ആണ്. ആക്ച്വലി ഇതൊരു മിഡിൽ തട്ടാണ് വരുന്നത്. ഇതിൻ്റെ താഴേക്ക് ഇനി വേറൊരു ഇതുണ്ട്. അത് നമ്മളൊരു മുന്നത്തെ വീഡിയോയിലൊക്കെ, ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മളിങ്ങനെ സ്ലോപ്പിൽ ഇറങ്ങി പോകുന്ന അതിൻ്റെ ഒരു മിഡിലാണ് കേട്ടോ ഈ ഒരു പ്ലോട്ട് വരുന്നത്. അതിൻ്റെ മേലേക്കുള്ള പ്ലോട്ടാണ് നമ്മൾ ഇതിൽ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു റീറ്റെയിൻ വാളിൻ്റെ പണി നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്ലാന്റുകൾ ഇങ്ങനെ ഓരോന്നായിട്ട് പ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്ലാന്റ് ചെയ്യുമ്പോഴേ ഈ ഒരു ബ്ലാക്ക് പോട്ട് കണ്ടില്ലേ, അതിനൊക്കെ അടിയിൽ നമ്മൾ ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതാണ് നിച്ചു ഇങ്ങനെ വെക്കുന്ന ട്രേ കണ്ടില്ലേ, അത് ട്രേകൾ വെക്കുന്നത് മണ്ണും വെള്ളം ചെളിയൊന്നും ഇറങ്ങി അവിടെ സ്റ്റെയിന് വീഴാതിരിക്കാനാണ്. അതല്ലാണ്ട് നമ്മൾ ഈ ബാൽക്കണിയിൽ വെക്കുന്നതിനൊക്കെ ഇന്നർ പോട്ടുകളിലാണ് നമ്മൾ ചെടി നടുന്നത്. ഔട്ടറായിട്ടൊരു വൈറ്റ് പോട്ട് ഉണ്ടാവും, അതിലേക്ക് ഇതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന വാട്ടറൊക്കെ വരും. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു 6 മന്ത്സോ അല്ലെങ്കിൽ 1 ഇയറൊക്കെ ആകുമ്പോൾ എടുത്ത് ക്ലീൻ ചെയ്യുകയുള്ളൂ. അതല്ലാത്ത പക്ഷം നമ്മൾ ആ വൈറ്റ് കളറിലെ പോട്ട് ജസ്റ്റ് ഒന്ന് നനഞ്ഞ തുണി കൊണ്ട് തുടച്ച് പോവുകയുള്ളൂ കേട്ടോ. അതും ഒരു 2 മന്ത്സ് 3 മന്ത്സ് ഒക്കെ കൂടുമ്പോൾ മാത്രം തുടച്ച് പോകാറാണ് പതിവ്. അപ്പം അങ്ങനെയാണ് നമ്മളിവിടെ ഒരു ബാൽക്കണിയിൽ പൊതുവേ പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യാറ്. അല്ലാണ്ട് ദിവസവും ഇതിൻ്റെ പിന്നാലെ നടക്കുന്ന ആളല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ നമ്മളിതിൻ്റെ പിന്നാലെ നടന്നിരിക്കുകയാണെങ്കിൽ നമ്മൾ തന്നെ ഭയങ്കര സ്ട്രെസ്ഡ് ആയി പോകും. നമ്മളൊരു ഹോബി പർപ്പസിന് സ്റ്റാർട്ട് ചെയ്ത് സ്ട്രെസ്ഡ് ആവാൻ പാടില്ലല്ലോ. ഇതുപോലെ നിങ്ങൾക്കൊരു ബാൽക്കണി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ സെറ്റ് ചെയ്തോ. വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ട. അവിടേക്ക് അത്യാവശ്യം വെയിൽ കിട്ടുന്നില്ലേ എന്നുള്ളത് ഉറപ്പ് വരുത്തിയാൽ മതി. അതിനുശേഷം നമ്മൾ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ചിലവ് കുറവെന്ന് തോന്നുന്നത് വെച്ചാൽ അങ്ങനെ ചെയ്യാം. വൈറ്റ് പോട്ടുകൾ വാങ്ങുന്നതാണോ അതല്ലെങ്കിൽ ഇതുപോലത്തെ ബ്ലാക്ക് പോട്ടുകൾ വാങ്ങുന്നതാണോ, ഏതാ സൗകര്യം വെച്ചാൽ അത് വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഒരു നല്ലൊരു കോഫി കുടിക്കാനൊക്കെ അടിപൊളി സ്പേസ് ആട്ടോ. ചെറിയൊരു കോഫി ടേബിളൊക്കെ ഇട്ടാൽ നല്ലതാണ്. അതുപോലെ തന്നെ ഈവനിങ് ഒക്കെ നമുക്ക് വർത്തമാനം പറഞ്ഞിരിക്കാനോ അതിനൊക്കെ പറ്റിയൊരു സ്പേസാണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസൊക്കെ കുറവായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിത് സെറ്റ് ചെയ്താലും എനിക്ക് തോന്നുന്നു നമ്മളെക്കാളും കൂടുതൽ ഇത് യൂസ് ചെയ്യുന്നത് ചിലപ്പം ഏട്ടനായിരിക്കും. കാരണം വർക്കൊക്കെ കഴിഞ്ഞ് പ്രഷറൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് മഴയൊക്കെ വരുമ്പം ബാൽക്കണി ഓപ്പൺ ചെയ്ത് നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടി. പിന്നെ ഇപ്പം ഈ ഒരു സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്താലും ഒരു 2 വീക്സെങ്കിലും കഴിഞ്ഞാലാട്ടോ അതിൻ്റെ ശരിക്കുള്ളൊരു ഭംഗി വരിക. കാരണം ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് നിൽക്കണമല്ലോ. ഇപ്പം ഇങ്ങനെ നമ്മൾ മണ്ണിൽ വെച്ച് വേരൊക്കെ ഒന്ന് പിടിച്ച് വരുമ്പോഴാണ് ചെടികൾ കുറച്ചും കൂടെ ഒന്ന് അതന്നെ ഒറ്റയ്ക്ക് നിൽക്കാനൊക്കെ ആവുക. അപ്പം ഇവർ രണ്ടുപേരും ത്രൂ ഔട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് എളുപ്പം തോന്നി കേട്ടോ ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ. കാരണം നിധിയുടെ ഐഡിയ ആണ് ഓരോരോ പോട്ടും എവിടെ വെക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. നിധി എങ്ങനെയും അതിനെ പെബിളൊക്കെ ആഡ് ചെയ്ത് ശരിക്കും നിർത്തിക്കുന്നുണ്ട് കേട്ടോ. കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒലഞ്ഞു പോകുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിഞ്ഞാൽ അതെന്തായാലും വേര് പിടിക്കുമ്പം റെഡി ആയിക്കോളും. പിന്നെ നീച്ചു അപ്പുറത്തുനിന്ന് വലിയ ചെടികളൊക്കെ എടുത്ത് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷെ അവിടെ ഓൾറെഡി നല്ല ഫുൾഫിൽഡായി നിൽക്കുന്നതുകൊണ്ട് എടുത്താലും അത്ര എംപ്റ്റി ആയിട്ട് തോന്നില്ല കേട്ടോ. ഓൾറെഡി അവിടെ കൺജസ്റ്റഡ് ആണ് നമ്മുടെ വലിയ ബാൽക്കണി, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം അവിടുത്തെ പോട്ടുകളൊക്കെ ഇവിടെ വെച്ച് ഫുള്ള് സെറ്റ് ചെയ്ത് വന്നപ്പം കാണാൻ നല്ലൊരു ഭംഗി തോന്നി കേട്ടോ, നല്ലൊരു ആംബിയൻസും തോന്നി. പിന്നെ രാത്രിയൊക്കെ നല്ല രസമായിരിക്കും. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഹാങ്ങിങ് പ്ലാന്റുകൾ വെക്കണവർക്ക് വെക്കാം കേട്ടോ, നമുക്കൊരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ കട്ട് ചെയ്ത് അതുപോലെ തന്നെ ഉണങ്ങിയ ലീഫുകളൊക്കെ ഒഴിവാക്കി നന്നായി മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഞാൻ പൊതുവേ അങ്ങനെ ഡെയിലി പോയി മെയിൻറ്റെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ മടിയുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ ഹാങ്ങിങ് പോട്ടുകളൊന്നും വെക്കാത്തത്.
പക്ഷെ ഹാങ് ചെയ്താലാണ് ശരിക്കും ഇത് നല്ല ഭംഗി ഉണ്ടാവാമെന്ന് നിധി ഇങ്ങനെ പറയുന്നുണ്ട് എന്നോട്. മേ ബി നമുക്ക് ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ നമ്മൾ ഹാങ് ചെയ്തേക്കും, ചെയ്യില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നു ഹാങ് ചെയ്യാതെ ഇരുന്നാൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടെ ഈസിയാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഗ്രീൻ മാറ്റ് വിരിക്കേണ്ടവർക്ക് ഗ്രീൻ മാറ്റ് വിരിക്കാം. ഞാൻ പിന്നെ ടൈൽ തന്നെ ഓക്കെ ആണെന്നുള്ളതുകൊണ്ട് അങ്ങനെ വിട്ടതാണ് കേട്ടോ. ഇനി നമ്മൾ ആ ഒരു ബോർഡ്, ഒരു പോസിറ്റീവ് ബോർഡ്സ് ഞാൻ മീഷോയിൽ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. അത് കുറേ മുന്നേ വാങ്ങിച്ചതാണ്. അത് ഇവിടെ ഈ ഒരു സൈഡിൽ ഹാങ് ചെയ്യുന്നുണ്ട്. അത് ഹാങ് ചെയ്യാനുള്ള ഒരു സ്റ്റിക്കറും കുറേ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ചുമരിൽ എന്തെങ്കിലും തൂക്കണമെങ്കിൽ, വെയിറ്റ് ഇല്ലാത്ത സാധനങ്ങളൊക്കെ തൂക്കണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. വെയിറ്റ് ഉള്ളത് അത് പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പോട്ടുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ക്രൂ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്, അത് അവിടെ നിൽക്കുമല്ലോ. അല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തൂക്കുന്ന സ്റ്റിക്കേഴ്സ് ടൈപ്പ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങനത്തേനൊക്കെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ സ്റ്റിക്കർ അങ്ങനത്തെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ തൂക്കാനുള്ള സാധനങ്ങൾ നമുക്കധികം കിട്ടിയിട്ടില്ല. അപ്പം വെക്കേഷനിൽ നിധിയുടെ അടുത്ത് കുറേ ബട്ടർഫ്ലൈസ് അങ്ങനത്തെയൊക്കെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിപ്പിക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഓരോരോ സ്ഥലത്തും കുറേശ്ശെ തൂക്കി വിടാൻ വേണ്ടിയിട്ട്. അവളതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്യും. അവളുടെ ബെഡ്റൂമിൽ നല്ല ഭംഗിയായിട്ട് അവൾ തൂക്കിയിട്ടുമുണ്ട്. ഇതാ ഈ ഒരു ബോർഡാണ് കേട്ടോ തൂക്കുന്നത്. ഇതിനിങ്ങനെ ഇതിൻ്റെ കൂടെ ഒരു കയറുള്ളതുകൊണ്ട് ഭയങ്കര കൺവീനിയൻ്റ് ആട്ടോ. തീരെ വെയിറ്റും ഇല്ല, അത് സാധാരണ ഒരു ബോർഡാണ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒന്ന് തൂക്കുന്നുണ്ട്. ഇതാ ഐ വിൽ ബി ദെയർ ഫോർ യു, അതാണ് ഒന്ന് സ്മൈലിങ്ങിൻ്റെ ഒരു ബോർഡാണ്. പിന്നെ ആ ഒരു സൈഡിൽ തന്നെ ഇവർ പ്ലാന്റ്സ് വെച്ചപ്പം നല്ലൊരു ഭംഗി തോന്നി കേട്ടോ. ഈ ഒരു സ്പേസ് ദിവസം നല്ലോണം യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് വന്നിരുന്ന് യോഗ ചെയ്യാനൊക്കെ പ്രാണായാമമൊക്കെ ചെയ്യാൻ നല്ല ഏരിയ ആണ്. കാരണം നല്ലൊരു ഓക്സിജൻ ഇൻടേക്കൊക്കെ നമുക്ക് അവിടെ നടക്കുമല്ലോ. എല്ലാത്തിനും നമുക്ക് നല്ല കൺവീനിയൻ്റ് ആട്ടോ ശരിക്കും വീടിൻ്റെ ഉള്ളിൽ. അതും CC പ്ലാന്റൊക്കെ നല്ല ഓക്സിജൻ എമിഷൻ പ്ലാന്റ് ആണ്. അപ്പം നല്ല രീതിയിൽ നല്ലൊരു പ്യുവർ സോഴ്സ് ഓഫ് ഓക്സിജൻ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ഇവരുടെ ഈ യോഗ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ മാറ്റ് മടക്കി വെച്ചിട്ട് ഞാൻ ഇവരോട് പറയുന്നുണ്ട് ആ ഒരു സൈഡ് കാണിക്കാൻ. ഇവിടെ ഇങ്ങനെയാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്തത്. ഇങ്ങനെ 2 മരത്തിൻ്റെ സ്റ്റൂളാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്നാണ് അവരെടുത്തു കൊണ്ടുവന്നിട്ടും ഇവിടെ സാധനമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഓൾറെഡി ഫിൽഡ് ആയതുകൊണ്ട് ഇവിടുന്ന് എടുത്തു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല. ഈ ഒരു സൈഡിലൊക്കെ ഞാൻ മഴ പെയ്യുന്ന കാരണം സൈഡിലേക്കാക്കി വെച്ചതാണ്. അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് കുറച്ച് ചെടികൾ. പക്ഷെ അവിടെ ആ സൈഡിൽ ഇനിയും ചെടികളുണ്ട് കേട്ടോ. ഞാൻ കുറേ ആയി പോട്ടൊക്കെ ഒന്ന് തുടച്ചിട്ട്. പക്ഷേ ഇന്നും പോട്ടുകൾ തുടയ്ക്കാനൊന്നും ഞാൻ നിന്നിട്ടില്ല. കാരണം ഓൾറെഡി ഇന്ന് എക്സാമിൻ്റെയൊക്കെ ചൂടായത് കാരണം ഞാൻ അതിന് പോയാൽ ഇവരും എൻ്റെ കൂടെ കമ്പൈൻ ചെയ്യും. അപ്പം പിന്നെ ഇന്നത്തെ ദിവസം തീരുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അത് ചെയ്തിട്ടില്ല. ഞാൻ തുടയ്ക്കാറ് എപ്പോഴും ഒരു ഡ്രോപ്പ് ഷാമ്പു ഞാനൊരു ചെറിയ ബക്കറ്റിൽ ഇട്ടിട്ട് വെള്ളത്തിൽ കോട്ടൻ്റെ തുണിയിൽ തുടച്ചിട്ട് അപ്പുറത്തെ ബക്കറ്റിൽ വെള്ളത്തിൽ ഒന്നും കലക്കാണ്ട് അങ്ങനെ തന്നെ ക്ലീൻ ചെയ്ത് വെക്കാറാട്ടോ ചെയ്യാറുള്ളത്. അല്ലാണ്ട് പോട്ട് എല്ലാ പ്രാവശ്യവും എടുത്തിട്ട് സോപ്പ് വെള്ളത്തിൽ കഴുകി ഉണക്കുന്ന പരിപാടിയൊന്നുമില്ല. അതൊക്കെ ഒരു വൺസ് ഇൻ എൻ ഇയർ അല്ലെങ്കിൽ ഒരു 6 മാസം 7 മാസം കൂടി